വന്നു നിന്നു. പടിയിലിരുന്ന് സംസാരിക്കുന്ന ലച്ചുവിനെയും ഗംഗയും അവൻ കണ്ടു. അവനെ കണ്ടപ്പോൾ ഗംഗ വേഗം എഴുന്നേറ്റ് ലച്ചുവിന് നേരെ കൈനീട്ടി അവളെയും എഴുന്നേൽക്കാൻ സഹായിച്ചു. കയ്യിലിരുന്ന പലഹാരപ്പൊതി അവൻ ലച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ്റെ മുഖം ആകെ വല്ലാതെയായിരുന്നു. ുള്ള പുഞ്ചിരി മുഖത്ത് ഇല്ലാത്തതുപോലെ അവൾക്ക് തോന്നി. എന്തോ സങ്കടമുള്ളതുപോലെ. അമ്മയും അച്ഛനെയും അവിടെ കാണാത്തതിനാൽ അവൻ എവിടെയെന്ന് തിരക്കിയപ്പോൾ ലച്ചു കാര്യങ്ങൾ പറഞ്ഞു. കേട്ടുകഴിഞ്ഞ് ഒന്നും പ്രത്യേകിച്ച് ചോദിച്ചൊന്നുമില്ല അവൻ്റെ മനസ്സ് അപ്പോഴും ഇവിടുന്നുമല്ലാത്തതുപോലെ അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് ലച്ചുവിന് തോന്നി. ഏട്ടന് ചായ എടുക്കട്ടെ? ഇന്ന് ദൂരെ ഒരു ഓട്ടം കിട്ടിയതുകൊണ്ട് ഭയങ്കര ക്ഷീണം, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. അവൻ അതും പറഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് പോയി. ഏട്ടന് എന്തോ സങ്കടമുള്ളതുപോലെ ഉണ്ടല്ലേ ഗംഗെ? അവൻ്റെ പോക്ക് നോക്കിക്കൊണ്ട് ലച്ചു പറഞ്ഞു. എനിക്കും തോന്നി. ഗംഗയും അത് ശരിവെച്ചു. നേരം സന്ധ്യയോടടുത്തു. ശ്രീ ഇടയ്ക്ക് വിളിച്ച് രാത്രിയിലെ എത്തൂ എന്ന് പറഞ്ഞു. ിനെ മുറിയിലേക്ക് അപ്പോഴേ കൊണ്ടുവരൂ എന്ന്. ശ്രീനിയെ പിന്നെ പുറത്തേക്കൊന്നും കണ്ടില്ല. ആളകത്ത് തന്നെയുണ്ട്, പുറത്തു പോയിട്ടില്ല. സന്ധ്യയായിട്ടും ശ്രീനിയുടെ വീട്ടിൽ വെട്ടം തെളിയാത്തത് കണ്ട് അവളിൽ എന്തിനോ ഒരു ഭയം ഉടലെടുത്തു. അവൻ്റെ വൈകുന്നേരത്തെ മുഖമോർത്തപ്പോൾ അവളിൽ ഭയം വർദ്ധിച്ചു. അവൾ വേഗം ഗംഗയും കൂട്ടി അവിടേക്ക് നടന്നു. വാതിലിൽ കുറേ തവണ കൊട്ടി വിളിച്ചിട്ടും മറുപടിയൊന്നും കിട്ടിയില്ല. കോളിംഗ് ബെല്ല് അടിച്ചു. അപ്പോഴും മറുപടിയില്ല. അവരിൽ ഭയമേറി. അവർ വേഗം അപ്പുറത്ത് പോയി ശ്രീനിയുടെ മുറിയുടെ ജനലിൽ പിടിച്ചു തുറന്നു നോക്കി. എന്തോ ഒരു ഭാഗ്യത്തിന് അത് കൊളുത്തിട്ടിട്ടുണ്ടായിരുന്നില്ല. അത് തുറന്നു വന്നു. രണ്ടുപേരും അതിലൂടെ അകത്തേക്ക് നോക്കി. അപ്പോൾ അകത്തെ കാഴ്ച കണ്ട് രണ്ടുപേരും എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണു തുറിച്ച് ഭയത്തോടെ അവിടേക്ക് തന്നെ നോക്കി നിന്നു. മുറിയിലെ ഫാനിൽ തൂങ്ങി നിൽക്കുന്ന ശ്രീനി ജീവനു വേണ്ടി കിടന്നു പിടയുന്നുണ്ട്. ലച്ചു ആകെ തളർന്നു. ഈ നേരം അത്രയും മനസ്സിലറിയാതെ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും എന്നാണ് കരുതിയത്. ഇങ്ങനെ ഒരു കടുങ്കൈ കാണിക്കാനാണ് വന്നതെന്ന് അറിഞ്ഞില്ല. എൻ്റെ ദൈവമേ, ഇതിന് മാത്രം പ്രശ്നങ്ങൾ ഏട്ടനുണ്ടായിരുന്നോ? ഗംഗെ, നീ വേഗം പോയി അച്ഛനെ കൂട്ടി വാ, എനിക്ക് ആകെ പേടിയാകുന്നു. വേഗം പോയി വാ ശ്രീനിയേട്ടൻ, വേഗം വിളിച്ചിട്ട് വാ. ലച്ചു തളരുന്നുണ്ടെങ്കിലും സംയമനം പാലിച്ച് ഗംഗയോട് പറഞ്ഞ് ശ്രീനിയെ വിളിക്കാൻ തുടങ്ങി. ശ്രീനിയേട്ടാ, ശ്രീനിയേട്ടാ. ലച്ചു ജനലിൽ പിടിച്ച് അതിൻ്റെ പാളിയിൽ തല്ലി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നോക്കി. കയറിൽ കിടന്ന് പിടയുന്ന അവൻ അവളുടെ ശബ്ദം കേട്ട് പിടഞ്ഞുകൊണ്ട് കൈ ചലിപ്പിച്ച് അകത്തേക്ക് വിളിച്ചു. ലച്ചുവാണെങ്കിൽ ഇതെല്ലാം കണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങിയിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ അവനെ വീണ്ടും വിളിക്കാൻ തുടങ്ങി. അവൻ പിടഞ്ഞുകൊണ്ടേയിരുന്നു. ലച്ചു തളർച്ചയോടെ നിലത്തേക്കിരുന്നു. മോളെ ലച്ചു, ശ്രീനി. ഗംഗയുടെ അമ്മയുടെ ശബ്ദം കേട്ട് അവൾ കൈ ജനലിലേക്ക് ചൂണ്ടി. അവൾ ഇതെല്ലാം കണ്ട് ആകെ അവശയായിരുന്നു. ഗംഗയുടെ അച്ഛൻ വേഗം ജനലിലൂടെ അകത്തേക്ക് നോക്കിയ നിമിഷം ശ്രീനി ഫാൻ സീലിംഗിൽ നിന്നും വേർപെട്ട് താഴേക്ക് പതിച്ചു. മോനെ ശ്രീനി. അയാൾ നിലവിളിയോടെ വേഗം ഉമ്മറത്തേക്ക് ഓടി. ശബ്ദവും അയാളുടെ നിലവിളിയും കേട്ട് ഗംഗയും അമ്മയും അകത്തേക്ക് നോക്കി. കഴുത്തിൽ കുരുക്കുമായി നിലത്ത് ബോധരഹിതനായി കിടക്കുന്ന ശ്രീനി. ഗംഗയും അമ്മയും എന്തു ചെയ്യണമെന്നറിയാതെ വലിയ വായിൽ നിലവിളിച്ചു. ലച്ചു ശബ്ദം കേട്ട് കാര്യം മനസ്സിലായതുപോലെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ തളർന്നിരുന്നു. ഗംഗയുടെയും അമ്മയുടെയും നിലവിളി കേട്ട് അയൽക്കാരൊക്കെ ഓടിക്കൂടി. അവരെല്ലാം വാതിൽ ചവിട്ടിയും തള്ളിയും തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഗംഗയുടെ അച്ഛൻ ഒറ്റയോട്ടത്തിൽ ചായ്പിൽ നിന്ന് വാക്കത്തി എടുത്തു വന്നു. അയാൾക്ക് ശരീരം തളരുന്നുണ്ട്. എങ്കിലും അയാളുടെ മനസ്സ് ഇവിടെ ഇപ്പോൾ തളർന്നിരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തളർച്ച വകവയ്ക്കാതെ കയ്യിലെ വാക്കത്തി ഉപയോഗിച്ച് ലോക്കിൽ തന്നെ ആഞ്ഞു വെട്ടിക്കൊണ്ടിരുന്നു. പരിശ്രമത്തിനൊടുവിൽ വാതിൽ വെട്ടി തുറന്നു. അയാൾ വേഗത്തിൽ മുറിയിലേക്ക് ഓടി. കൂടെ അവിടെ കൂടിയവരും. അയാൾ ശ്രീനിയുടെ കഴുത്തിൽ നിന്ന് വേഗത്തിൽ കുരുക്ക് വേർപെടുത്തി. അവൻ ചലനമില്ലാതെ കിടന്നു. അയാൾ അവനെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. നാട്ടുകാരിലാരോ വേഗം ആശുപത്രിയിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് അവനെ വേഗം എല്ലാവരും പിടിച്ചു. പുറത്ത് ആരോ കൂട്ടത്തിലുള്ള സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയ കാറിലേക്ക് അവനെ കയറ്റി. കൂടെ അയാളും കയറി. കാർ ഹോസ്പിറ്റലിലേക്ക് അവനെയും കൊണ്ടുപാഞ്ഞു. ഇതെല്ലാം ലച്ചുവും ഗംഗയും അമ്മയും നോക്കി നിന്നു. അവരുടെ കണ്ണുകൾ ഇടതടവില്ലാതെ നിറഞ്ഞൊഴുകി. ലച്ചുവിനെ താങ്ങി ഗംഗയും അമ്മയും ഉമ്മറത്തിരുത്തി. അവൾ ആകെ അവശയായിരുന്നു. അമ്മായി, നമുക്കും ഒപ്പം പോവാം. എനിക്ക് ശ്രീനിയേട്ടൻ്റെ കിടപ്പ് കണ്ട് സഹിക്കുന്നില്ല അമ്മായി, അവൾ തളർന്ന സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതറിഞ്ഞ അമ്മയും അച്ഛനും ശ്രീയേട്ടന് സഹിക്കില്ല. ഞങ്ങളുടെ കുഞ്ഞാറ്റ, കിങ്ങിണി, അച്ചു ചേച്ചി, ദൈവമേ, ശ്രീനിയേട്ടന് ആപത്തൊന്നും വരുതേ.
അമ്മായി ആരെയും വിളിക്ക്, നമുക്ക് പോകാം. അവൾ എങ്ങനെയൊക്കെയോ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ഗംഗ അവളെ താങ്ങി നിന്നു. അവർ അവിടെ നിന്നിരുന്ന ആരോടോ ഒരു ഓട്ടോ വിളിച്ചു തരാൻ പറഞ്ഞു. ആ സമയം കൊണ്ട് വേഗം വസ്ത്രം മാറി വന്നു അവർ. അതിനിടയിൽ ശ്രീക്ക് വിളിച്ച് കാര്യം പറഞ്ഞു അമ്മായി. ഫോണിനുള്ളിലൂടെ അമ്മയുടെ നിലവിളി അവർ കേട്ടു. 1 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്താമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പോലും അത് പറയാൻ ലച്ചുവിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഓട്ടോ എത്തി, അതിൽ കയറി. പോകുന്ന വഴിക്ക് ഒരു ഫിനാൻസിൽ കയറി കയ്യിൽ കിടന്ന 2 വളയൂരി ലച്ചു വിറ്റു. ആ പൈസ പേഴ്സിൽ വെച്ചു. അവൾക്കറിയാം ശ്രീയേട്ടൻ വന്നാലും കയ്യിൽ കാര്യമായ പൈസയൊന്നും കാണില്ലെന്ന്. നേരെ റിസപ്ഷനിൽ തിരക്കാൻ നടക്കുമ്പോൾ അമ്മാവൻ എന്തോ മരുന്ന് വാങ്ങി ഓടുന്നത് കണ്ടു. അച്ഛാ! ഗംഗ വേഗം അയാളെ വിളിച്ചു. ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. അവരോട് തൻ്റെ കൂടെ വരാൻ കൈ കാണിച്ചു. അവർ അതനുസരിച്ച് വേഗം അയാളുടെ പിറകെ പോയി. ഐസിയുവിന് മുന്നിലാണ് എത്തിയത്. അയാൾ നേഴ്സിൻ്റെ കയ്യിൽ മരുന്ന് കൊടുത്ത് അവർക്കടുത്തേക്ക് നടന്നു. എന്താ അമ്മാവ ഡോക്ടർ പറഞ്ഞത്? ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? വേവലാതിയോടെ ചോദിച്ചു. മോൾ ആദ്യം ഇവിടെ ഇരിക്കുക. അയാൾ അവളെ പിടിച്ച് അവിടെയുള്ള കസേരയിൽ ഇരുത്തി. കൂടെ ബാക്കിയുള്ളവരും. അവൾ മറുപടിക്കായി അയാളുടെ മുഖത്തേക്ക് നോക്കി. മോളെ, പ്രശ്നം ഇത്തിരി ഗുരുതരമാണ്. ഒന്നും പറയാറായിട്ടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ 100%-ൽ 1% മാത്രമാണ് ഡോക്ടർ ഉറപ്പ് പറയുന്നത്. ആ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി പറയുമായിരിക്കും. അയാൾ നിസ്സഹായതയോടെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി. ലച്ചു നെഞ്ചിൽ കൈവച്ച് ദൈവത്തിനെ വിളിച്ചുപോയി. അവൻ്റെ ജീവന് വേണ്ടി, ജീവൻ്റെ ഒരു കണികയെങ്കിലും ബാക്കി നിർത്താനായി, അവൻ്റെ മക്കൾക്ക് അച്ഛൻ എന്നൊരാൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അവളുടെ മനസ്സിലേക്ക് കുഞ്ഞാറ്റിയുടെയും കിങ്ങിണിയുടെയും മുഖം തെളിഞ്ഞു. അവരുടെ അച്ഛാ എന്ന് കൊഞ്ചിയുള്ള വിളികളും അവൻ്റെ മക്കളോടുള്ള സ്നേഹവും തെളിഞ്ഞു വന്നു. അവൾ പ്രാർത്ഥനയോടെ മിഴികൾ അടച്ചു. അവനായിട്ട് അതുമാത്രമേ അവൾക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. കുറച്ചു കഴിഞ്ഞ് നിലവിളിയോടെ അച്ഛവും മക്കളും അവളുടെ അച്ഛനും അമ്മയും എല്ലാം എത്തി. ലച്ചു, എൻ്റെ ശ്രീനിയേട്ടൻ എന്തിനാ ഈ ഒരു കടുങ്കൈ ചെയ്തത്? എൻ്റെ ശ്രീനിയേട്ടൻ എനിക്ക് തിരികെ കിട്ടില്ല ലച്ചു. അവൾ ലച്ചുവിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ലച്ചുവും ബാക്കിയുള്ളവരും അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ ഉരുകി. ലച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്ക് നെഞ്ചു വിങ്ങി. വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ആരോടൊക്കെ ചെയ്താലും പറഞ്ഞാലും ശ്രീനിയെ ഇഷ്ടമാണ് അവൾക്ക്. സ്നേഹിച്ച് വിവാഹം കഴിച്ചവർ ആയതുകൊണ്ട് 2 പേർക്കും പരസ്പരം അത് ആവോളമുണ്ട്. അവൾ അച്ചുവിനെയും കൂട്ടി അവിടെയുള്ള കസേരയിൽ ചെന്നിരുന്നു. ശ്രീനിയേട്ടൻ തിരിച്ചു വരും ചേച്ചി. നമ്മളെയൊക്കെ വിട്ട് എവിടെ പോവാനാ? അതിന് കഴിയൂ ഏട്ടന്? ചേച്ചി പ്രാർത്ഥിക്കും ഏട്ടന് വേണ്ടി. ഈശ്വരൻ കേൾക്കാതിരിക്കില്ല. അവൾ അച്ചുവിനെ സമാധാനിപ്പിക്കും പോലെ പറഞ്ഞു. അച്ചു പൊട്ടിക്കരച്ചിലോടെ അവളുടെ തോളിലേക്ക് ചാഞ്ഞു. ലച്ചുവും അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അപ്പോൾ അടഞ്ഞ ICU വാതിൽ പിന്നീട് തുറന്നില്ല. ഒരു തവണ ചോദിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, പറയുമെന്ന് പറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം ശ്രീയും അച്ഛനും അമ്മയും വന്നു. ഹരിയും ഉണ്ടായിരുന്നു. അമ്മ നിലവിളിയോടെ അച്ചുവിനരികെ വന്നു. അവളും മക്കളെയും അമ്മയെയും ചേർത്ത് പിടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. കണ്ടുനിന്ന് എല്ലാവരും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ നിറഞ്ഞ കണ്ണുകളുമായി നിന്നു. കാത്തിരിപ്പിന് വിരാമമിട്ട് ICU ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. ശ്രീ ഓടി ഡോക്ടറിനരികിലെത്തി. കൂടെ ബാക്കിയുള്ളവരും. ഡോക്ടർ, ഇപ്പോൾ കൊണ്ടുവന്ന ശ്രീനിഷിന് എങ്ങനെയുണ്ട്? ഹരിയാണ് ചോദിച്ചത്. ഡോക്ടർ എല്ലാവരെയും ഒന്ന് നോക്കി. ഇയാൾ ശ്രീനിഷിൻ്റെ ആരാണ്? ഡോക്ടർ ചോദിച്ചു. ഞാൻ അളിയനാണ്, ഹരി. ഇത് അനിയൻ ശ്രീ. അവൻ ഡോക്ടർക്ക് മറുപടി കൊടുത്തു. നിങ്ങൾ എൻ്റെ കൂടെ ക്യാബിനിലേക്ക് വരൂ, പറയാം. ഡോക്ടർ അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി. വട ഹരി, ഞങ്ങൾ പോയി ചോദിച്ചിട്ട് വരാം. ശ്രീ ബാക്കിയുള്ളവരോട് പറഞ്ഞുകൊണ്ട് ഹരിയെയും കൂട്ടി ഡോക്ടറുടെ അടുത്തേക്ക് പോയി. അല്പസമയത്തിന് ശേഷം നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ശ്രീ ഡോക്ടറുടെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഹരി, എൻ്റെ ഏട്ടൻ എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ സഹായിക്കില്ലേ? ഇത് ആരുമില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. എന്ത് ചെയ്തിട്ടായാലും എൻ്റെ ഏട്ടനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അവൻ തളർച്ചയോടെ ഹരിയുടെ തോളിൽ പിടിച്ചു. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നീ തന്നെ ഇങ്ങനെ തളർന്നാലോ? നീ വാ, കുറച്ച് കഴിഞ്ഞാൽ ശ്രീനിയേട്ടനെ ഓപ്പറേഷന് കൊണ്ടുപോകും. അതിനു മുൻപ് അവരുടെ കാര്യങ്ങളൊക്കെ പറയാം. ഹരി അവനെയും കൂട്ടി മറ്റുള്ളവരുടെ അടുത്തേക്ക് നടന്നു. ശ്രീ മോനെ, എന്താടാ ഡോക്ടർ പറഞ്ഞത്? എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അവനെ ഒന്ന് കാണിച്ചു തരാൻ പറയുമോ നീ?
അമ്മ അവനെ കണ്ടതും അവൻ അരികിലേക്ക് ഓടി വന്നുകൊണ്ട് ചോദിച്ചു. അവൻ അമ്മയുടെ പിന്നാലെ ഓടി വന്ന കുഞ്ഞാറ്റയെ കയ്യിലെടുത്തുകൊണ്ട് കവളിൽ ഉമ്മ വെച്ചു. ഞാൻ പറയുന്നത് എല്ലാവരും സമാധാനത്തോടെ കേൾക്കണം, അവൻ അച്ചുവിനെ നോക്കി പറഞ്ഞു. ശേഷം അവളുടെ അരികിലേക്ക് പോയി അവളെ മറുകൈ കൊണ്ട് ചേർത്ത് പിടിച്ചു. ഹരിയോട് കണ്ണുകൾ കൊണ്ട് അമ്മയെയും പിടിക്കാൻ പറഞ്ഞു. ഏട്ടൻ്റെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കലാണ്. ഇനി എഴുന്നേറ്റ് നടക്കലൊന്നും ഏട്ടൻ്റെ ജീവിതത്തിലുണ്ടാകില്ല. കഴുത്തിലെ ഞരമ്പിനെല്ലാം ക്ഷതമേറ്റതാണ് കാരണം. അതിനായി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഏട്ടനെ ഓപ്പറേഷന് കൊണ്ടുപോകും. വീഴ്ചയിൽ കൈക്കും കാലിനും പൊട്ടലുണ്ട്. തലയ്ക്ക് പിന്നിൽ ആഴത്തിലുള്ളൊരു മുറിവും. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ ഏട്ടനെ കയറി കാണാം. അച്ചു ചേച്ചി പോയി കണ്ടിട്ട് വാ. അവൻ അത്രയും പറഞ്ഞപ്പോഴേക്കും അവരെല്ലാം ചലനമറ്റ് നിന്നു പോയിരുന്നു. അച്ചു പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവൻ അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. അയ്യോ ദൈവമേ, എൻ്റെ പൊന്നുമോന് ഇങ്ങനൊരു വിധിയാണല്ലോ നൽകിയത്. എനിക്കിതൊന്നും കാണാനും സഹിക്കാനും കഴിയുന്നില്ലല്ലോ. അമ്മ പറച്ചിലിനൊപ്പം തളർന്ന് ഹരിയുടെ കൈകളിലേക്ക് വീണു. ഹരി വേഗം താങ്ങിപ്പിടിച്ച് തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. അച്ഛനും വേഗം ഓടിയെത്തി വിളിച്ചുകൊണ്ടിരുന്നു. ഡോക്ടറിനെ വിളിച്ച് അമ്മയെയും ഐസിയുവിലേക്ക് കയറ്റി. കുഴപ്പമൊന്നുമില്ല, BP ലോയതാണ്, ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഡോക്ടർ ഇത്രയും പറഞ്ഞ് അകത്തേക്ക് തന്നെ പോയി. കുറച്ച് കഴിഞ്ഞ് നേഴ്സ് വന്ന് ഓപ്പറേഷനുള്ള ഫോം സൈൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. അത് സൈൻ ചെയ്ത് കയ്യിൽ കൊടുത്തപ്പോൾ ബില്ലടയ്ക്കാൻ പറഞ്ഞ് ഒരു റെസിപ്റ്റും കയ്യിൽ കൊടുത്തു. അവനത് കയ്യിൽ വാങ്ങി എമൗണ്ടിലേക്ക് നോക്കി. അവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാലും അവനതിനൊരു വഴി കണ്ടതുപോലെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങി. ഇതൊക്കെ ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ 2 വള വിറ്റ് കാശാണ്. അവൻ നന്ദിയോടെ അവളെ നോക്കി. ഇതിലെത്രയുണ്ട്? അതിൽ 1,00,000 മേലെയുണ്ട്. അത് മതി, ഞാൻ പോയി അടച്ചിട്ട് വരാം. അവൻ ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് നന്ദി പറയും പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി ബില്ലടയ്ക്കാനായി പോയി. അവൾ തിരിഞ്ഞ് എല്ലാവരെയും നോക്കിയപ്പോൾ എല്ലാവരും അവളെ നന്ദിയോടെ നോക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ 2 വള വിറ്റ കാശാണ്. അവൻ നന്ദിയോടെ അവളെ നോക്കി. ഇതിലെത്രയുണ്ട്? അതിൽ 1,00,000 മേലെയുണ്ട്. അത് മതി, ഞാൻ പോയി അടച്ചിട്ട് വരാം. അവൻ ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് നന്ദി പറയും പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി ബില്ലടയ്ക്കാനായി പോയി. അവൾ തിരിഞ്ഞ് എല്ലാവരെയും നോക്കിയപ്പോൾ എല്ലാവരും അവളെ നന്ദിയോടെ നോക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെ തന്നു വീട്ടിൽ ലച്ചു? ഇതിനൊക്കെ നിന്നോട് എങ്ങനെ ഞാൻ നന്ദി പറയുമെന്നറിയില്ല. അച്ചു അവളുടെ അടുത്തേക്ക് വന്ന് കൈകളിൽ പിടിച്ചു. എന്താ ചേച്ചി ഇത്? എൻ്റെയും കൂടി ഏട്ടനല്ലേ? ലച്ചു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രീനിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. മുറിയിലേക്ക് മാറ്റി. ആരും അവനെ ഒന്നും ചോദിച്ച് വിഷമിപ്പിക്കരുതെന്ന് ശ്രീ ആദ്യമേ എല്ലാവരോടും പറഞ്ഞിരുന്നു. വല്യരെയും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നു. ശ്രീനിയെ മുറിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ മക്കൾ 2 പേരും അവൻ്റെ അരികിലേക്ക് ഓടി വന്നു. അവൻ്റെ മക്കളെ ഒന്ന് താടാൻ പോലും ആവാതെ അവൻ്റെ കൈകൾ ചലനമറ്റ് കിടന്നു. അവൻ അങ്ങനെയൊരു കാര്യം ചെയ്യാൻ തോന്നിയ നിമിഷത്തെ സ്വയം പഴിച്ചു. എല്ലാവരെയും അവൻ നിർവികാരതയോടെ നോക്കി. മക്കളാണെങ്കിൽ അച്ഛൻ തങ്ങളെ ചേർത്ത് പിടിച്ച് കൊഞ്ചിക്കാത്തതിൽ പരിഭവിച്ചു നിന്നു. പിണങ്ങി നിന്ന മക്കളെയും കൊണ്ട് ലച്ചുവും ശ്രീയും മിഠായി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോയി. അച്ചു ശ്രീനിയെ തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛനും അമ്മയും അവരെ തനിച്ചുവിട്ട് മുറിക്ക് പുറത്തേക്ക് പോയി. അച്ചു അവനരികിൽ ചെന്നിരുന്ന് അവൻ്റെ കൈകളിൽ മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു. അവനും അവളെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ കിടന്നു. 2 വർഷത്തിനു ശേഷം ഒരു തിരുവോണ ദിനം. വല്യച്ഛ എന്ന് കൊഞ്ചിയിൽ കൊണ്ടുള്ള വിളി കേട്ട് ഉമ്മറത്തേക്ക് നോക്കി ശ്രീനി തിരിഞ്ഞു നോക്കി. കരിമ്പച്ച കളറിലുള്ള പട്ടുപാവാടയിട്ട് ഇത്തിരിയോളമുള്ള ചുരുണ്ട മുടി 2 പുറവും പിന്നിയിട്ട് അതിൽ പൂവ് ചൂടി വാലിട്ട് കണ്ണെഴുതി ഒരിത്തിരി വലുപ്പത്തിലുള്ള വട്ടപ്പൊട്ടും കുത്തി തുടുത്ത കവളും നീണ്ട മൂക്കും കുഞ്ഞിച്ചുണ്ടുമൊക്കെയുള്ള ഒരു കൊച്ചു സുന്ദരി അവൻ്റെ അരികിലേക്ക് ഉരുണ്ടുരുണ്ട് ഇപ്പം വീഴുമെന്ന കണക്കെ പാവാടയും പൊക്കിപ്പിടിച്ച് നടന്നു വരുന്നുണ്ട്. ഈ വരുന്നതാണ് നമ്മുടെ ശ്രീയുടെയും ലച്ചുവിൻ്റെയും മകൾ, 2 വയസ്സുകാരി നക്ഷത്ര. എല്ലാവരുടെയും തുമ്പിമോൾ. ആളൊരു കൊച്ചു കുറുമ്പിയാണ്.